ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി കാലത്തെ നമ്മുടെ ഇടവേളകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒന്നിക്കെങ്കിൽ ഫുഡ്, അല്ലെങ്കിൽ ഉദ്ദേശിക്കാം എങ്ങോട്ടോ പോവാണ്. അതെങ്ങട്ടാ ചക്കു? എന്തൊക്കെയാ പാക്ക് ചെയ്യുന്നേ? അതെന്താ കയ്യിൽ? പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ. പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളപ്പോൾ പോകുന്നത്. അപ്പോൾ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രാജ്യം വിടുകയാണ്. അത്ര ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ എന്തായാലും തമ്മിൽ കാണുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് രാത്രി നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ നാട് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ക്യാമറയ്ക്ക് ഒത്തിരി അതിൽ പിടിച്ചിട്ട് പിടിക്കാനൊന്നും പറ്റണില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എയർപോർട്ടിലേക്ക് നമ്മൾ പോവാണ്. എയർപോർട്ടിലേക്ക് പോവാൻ നമ്മൾ ബസ്സിലാണ് ഇവിടുന്ന് പോകുന്നത്. നമ്മൾ നാഷണൽ എക്സ്പ്രസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബാക്ക് പാക്ക് ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ മക്കളെ, ഇത് പിടിക്കാനൊന്നും പറ്റണില്ല കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ ബസ്സിൽ നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ ബസ്സിൽ പോവാം. അപ്പോൾ ബസ് നമുക്കൊരു 11:15 ഫ്ലൈറ്റ് നാളെ മോർണിംഗ്. സോ നമ്മൾ ഇച്ചിരി നേരത്തെ അവിടെ എത്തും. അതിനുശേഷം ഇവിടുന്ന് ബസ്സില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ കാർ എടുക്കുന്നില്ല. അപ്പോൾ പോകുന്ന വിശേഷങ്ങൾ പയ്യെ വഴിയിൽ ഞാൻ കാണാം. ഞാൻ ഒത്തിരി ഡയലോഗുകളൊന്നും കാണിക്കുന്നില്ല ഇത്തവണ, കാരണം നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോവും. പിന്നെ എൻ്റെ മുടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വണ്ടി എടുക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഊബർ ചേട്ടൻ വന്നു. നമ്മളങ്ങനെ ബസ് സ്റ്റേഷനിലെത്തുകയാണ്. ബസ് സ്റ്റേഷനിൽ നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ബസ് വന്നു. ഇച്ചിരി നേരം നമുക്ക് ബസ്സിലിരിക്കേണ്ടി വന്നിട്ടില്ല. പെട്ടെന്നായിരുന്നു സ്ഥലത്തെത്തിയത്. അങ്ങനെ ബസ് നമ്മൾ ബർമിംഗം എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ചെക്ക് ഇൻ സമയം 3 മണി. കണ്ണുകളൊക്കെ ഉറക്കം വന്ന് ഒരു പരിവമായി ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റിൻ്റെ ചെക്കിന് സമയമാവുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഒത്തിരി ഇവിടുന്ന് പോകുന്നുണ്ട്. ഒരു ചാർജിങ് സ്പോട്ടും കണ്ടുപിടിച്ച് ഇവിടെ ഇരിക്കുകയാണ് ഞാൻ. ഫ്ലൈറ്റിലാകെ ഇത്തിരി നേരം കൊണ്ട് എത്തുന്ന ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിന് വേറെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഇവിടുന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഫ്ലൈറ്റിൽ സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങിയിരുന്നു. അതെ, നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഏത് നിമിഷം ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്ത് ഏതാണ് റോട്ടിലാണോ ലാൻഡ് ചെയ്യണത്? ചെയ്യുകയാണ്, ചെയ്തിരിക്കുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വെയിലായിരുന്നു ഗൈസ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾക്ക് അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. അക്കോമഡേഷൻ പുറത്തു നിന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആളെ കിട്ടി. നമ്മളെ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. So let's go. You don't have one. No, just നമുക്ക് രണ്ടുപേർക്ക് പോകാനാണ് ഇത്രയും വലിയൊരു. ഇനി ഞാൻ ഒട്ടും വൈകിപ്പിക്കുന്നില്ല കേട്ടോ. എവിടെയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അറിയണ്ടേ? അതെ, തെക്കൻ യൂറോപ്പിലെ ഒരു രാജ്യം, പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഉറവിടവും ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലവും എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യം ഗ്രീസ്. യെസ്, ഗ്രീസിലെ പ്രധാന ഭൂവിഭാഗത്തിൻ്റെ തെക്ക് കിഴക്കായി ഈജിയൻ കടലിലെ ഒരു ദ്വീപ്, അതാണ് സന്തോരിണി. അതെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സന്തോരിണിയിലാണ്. ഒരു പ്രധാന ട്രാവൽ ഡെസ്റ്റിനേഷൻ, കപ്പിൾസിനും എല്ലാവർക്കും ഹണിമൂൺ ഡെസ്റ്റിനേഷൻ. വെള്ളയും നീലയും കെട്ടിടങ്ങൾ കൊണ്ട് ഈ പ്രദേശം നിറഞ്ഞിരിക്കുന്നു. ഇത് കാണാൻ ആരല്ല ആഗ്രഹിക്കാത്തത്? അങ്ങനെ ഞാനും ഒത്തിരി ആഗ്രഹിച്ച് അങ്ങനെ ആദ്യമായി എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞാനിവിടെ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ്
നമ്മുടെ യെസ്, നമുക്ക് വിസ്റ്റീരിയ അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പോവാം. റൂമൊക്കെ ചോദിക്കട്ടെ. നമ്മുടെ ചെക്ക് ഇൻ ടൈം 3 ആണോ, പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെയാണ്. ചേട്ടൻ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോവാണ് ഗൈസ്. ഇത്ര പെട്ടെന്ന് റൂമെത്തിയോ? ഓക്കേ, നമ്മൾക്ക് റൂമിൽ പെട്ടെന്ന് എത്തിയത് തന്നെ ഒരു ഷോക്കായിപ്പോയി. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഹായ് ഗൈസ്, ഇതാ ഉണ്ട്, AC ഉണ്ട്. നമുക്ക് ബാഗ് പ്രശ്നമില്ല. ഓ, ഇങ്ങനെ പുറത്തേക്ക് കാണാം. ബുദ്ധ ബാൽക്കണി. ഓക്കെ, യാ. വാഷ്റൂം, നമുക്ക് കിച്ചൺ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഷവർ ഏരിയ കം. വല്ലാണ്ട് അടുത്ത് പോയി. വളരെ പെട്ടെന്ന് റൂമിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ സന്തൂർണിയിലെ ഫസ്റ്റ് ഡേ നമ്മളിത് അവിടെ എത്തി. നമ്മളിനി ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാണ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തത്, കുക്കിങ്ങും നമുക്ക് അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളത്. ബട്ട് എനിക്ക് എത്രത്തോളം വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആളവിടെ ഡോർ ക്ലോസ് ചെയ്യാണ്. ഞാൻ ഹോം ടൂർ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം കേട്ടോ. ഓ മൈ ഗോഡ്, നമ്മളിത് ഫുള്ള് നടന്ന് അവിടത്തേക്ക് എത്തേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കണം. അതാണ് ആദ്യത്തെ എയിം. അതിനുശേഷം ഇനി എന്തുള്ളൂ. ഇവിടെ ഒരാൾ ക്യാപ്പൊക്കെ എടുക്കാൻ മറന്നിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല ചൂടുണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അധികം ചൂടൊന്നുമില്ല. നല്ലൊരു ആംബിയൻസ് ആണ്, ഭയങ്കര നല്ലൊരു ആംബിയൻസ്. നല്ല കയറ്റമാണ് നമ്മുടെ നടത്തം. ഫുഡ് ഓർഡർ ചെയ്തു, വന്ന സാധനമാണ് ഇത്. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. വൺ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഞാനിത് ഒരാൾക്ക് വന്ന സാധനം കണ്ടോ, എത്രയാണ് അതിൻ്റെ അകത്ത്. ക്ലബ് സാൻഡ്വിച്ചും പിന്നെ ഞാനെന്താ ഓർഡർ ചെയ്തത്, പിറ്റ ബ്രെഡ്, അങ്ങനെ എന്തുകൊണ്ട് ഓർഡർ ചെയ്തു. എനിക്ക് എൻ്റെ ഈ സാധനം ഞാൻ ഒരൊറ്റ ബൈറ്റേ കഴിച്ചിരുന്നു, പക്ഷേ ഭീകര ടേസ്റ്റ് ചിക്കനും. അങ്ങനെ നമ്മുടെ ഫുഡടി പരിപാടികൾ ഒക്കെ കഴിഞ്ഞു. ഇനി വിശപ്പടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് സ്വസ്ഥമായി നടക്കാം. നല്ല വെയിലുണ്ട് വെച്ചാൽ നല്ല വെയിലുണ്ട്. ഈ തൊപ്പിയില്ലെങ്കിൽ ഒന്നുമില്ല. ഞാനാണെങ്കിൽ നമ്മളെ സൺസ്ക്രീന് എടുത്തിട്ട് ഇടക്കിടക്ക് സ്പ്രേ അടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് എന്നെ വടിച്ചെടുക്കാനുള്ള അവസ്ഥയാവും ഗൈസ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇവിടെ ബോഗൺവില്ലയാണ് കേട്ടോ ഇവിടെ മെയിൻ. നമുക്ക് കാണാൻ തന്നെ അത് എല്ലായിടത്തുള്ള കോമൺ സാധനമാണ്, പക്ഷേ നമുക്കൊരു വാവ് ഫീല് കിട്ടും. അങ്ങനെയാണ് മോസ്റ്റ്ലി ഇവരെ. പിന്നെ എസ്പെഷ്യലി വൈറ്റ് ആൻഡ് ബ്ലൂ കളർ ബിൽഡിംഗ്. നമ്മളിപ്പം നമ്മളെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറൈർ മെയിൽ സിറ്റിയിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ കാണാം. എനിക്കിങ്ങനെ ഫോണ് പിടിക്കാൻ പേടിയുണ്ട് കേട്ടോ. ഞാൻ ബാക്കി വീഡിയോസ് പിന്നെ എടുക്കാം. നമ്മളങ്ങനെ ഫിറ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒട്ടും തിരക്കില്ല. നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് ഇവരൊക്കെ ബീച്ചിൽ നിന്ന് വരുന്ന കേട്ടോ. ആ ഒരു സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്. അയ്യോ, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും വന്നിട്ട് നമ്മൾ ഈ തീർത്ഥാടനെല്ലാം പോയാലോ അല്ലേ, അതുപോലെ ബസ്സുകൾ ഇഷ്ടം പോലെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് അവിടത്തേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ മോട്ടോർ ബൈക്സൊക്കെ റെൻറ്റിന് നമുക്ക് കാണാം. പല റേറ്റുകളുണ്ട്. നിങ്ങൾ ഇവളുടെ ബാക്കുണ്ട്, മടുക്കണ്ട, ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് ഇതപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ കയറി ചക്കുനെ നോക്കിയിട്ട് നമ്മളങ്ങനെ കയറിയത് കണ്ടോ. ട്രാവലേഴ്സ് അവർ ആൾക്കാരുടേത് ചോദിച്ച്, അയ്യോ
എൻ്റെ പൊന്നെ, പ്രൊഡക്ട്സ് ഓഫ് സന്തോരിണി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വാങ്ങാതിരിക്കും? നമ്മൾ അത്രയും ഫണ്ടും കൊണ്ട് ഇങ്ങോട്ട് വരിക. ഈ കുട്ടി അതിനൊക്കെ എത്രയാണെന്നായിരിക്കും കൊടുക്കാനാണെന്ന് ഒക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ. സന്തോരിണി വാ. ഓ, this is unexpected. ഇതാണ് ഗൈസ് നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ഗ്രീസ്. ഓ മൈ ഗോഡ്. നമ്മളിനി ഇവിടുത്തെ ഒരു പള്ളിയിൽ കയറാണ്. കത്തീഡ്രൽ ചർച്ച് ഓഫ് കാൻഡമൽസ് ഓഫ് റോം ലോർഡ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഫിറേൻ്റെ ഉള്ളിൽ, അതായത് സെൻറ്റർ എന്ന് പറയണോ എന്താ ഇപ്പോൾ ഇതിന് പറയുക, ഇതിലെയാണ് ഇവരുടെ വേ ഒക്കെ. നമുക്ക് വണ്ടി നമ്മൾ എടുക്കാണ്ട് നിന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. ഈ കംപ്ലീറ്റ് ഇതേപോലെ നടക്കാൻ നമുക്ക് ഒത്തിരി ഉള്ളത്. അത് കയറിയും ഇറങ്ങിയാണ്. ഒത്തിരി നമുക്ക് വേണ്ടുന്ന ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കുറേ കാര്യം നമുക്ക് അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോകാനൊക്കെ ഉണ്ട്. ഇനി ഇവിടുത്തെ മാർക്കറ്റൊക്കെയാണ്. ഇവിടെ നമുക്ക് ഇതായി പറഞ്ഞ പോലെ ഡ്രസ്സസും. ഇതിലൂടെ നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ വഴിയിലേക്കൊക്കെ പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് നോക്കട്ടെ. അല്ല, ഇത് ഇവിടെ ഇരിക്കണുണ്ടോ? ജ്യൂസ് കുടിച്ചിരിക്കുകയാണല്ലേ? വാട്ടർമെലൺ ജ്യൂസ് ഇങ്ങോട്ട് കൊണ്ടാ ഒറ്റയ്ക്ക് അങ്ങോട്ട് കുടിക്കുകയാണ്. ഇങ്ങോട്ട് താ. എന്തായാലും നമ്മൾ നടക്കുകയല്ലേ, അപ്പം നടക്കുന്ന വഴിക്ക് എനിക്ക് സെൻറ്റോറിനെ കുറിച്ച് അറിയുന്നതൊക്കെ ഇച്ചിരി നിങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയുണ്ടാവും? ഇൻട്രസ്റ്റഡ് ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. സെൻറ്റോറിണി. ഈ സെൻറ്റോറിണിക്ക് ഈ പേര് വന്നത് പറയുന്നതെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു ഗ്രീക്ക് ആളുടെ പേരാണ് സെയിൻറ്റ് ഐറീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേരിൽ നിന്നാണ് സെൻറ്റോറിണി ഒറിജിനേറ്റ് ആയി എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ പേരിൽ വേറെ ഒരു പ്രത്യേകതയുണ്ട്. സെൻറ്റോറിൻ്റെ ഒഫീഷ്യൽ നെയിം ഇതല്ല. അതിൻ്റെ ഒറിജിനൽ നെയിം ഒഫീഷ്യലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് തിര എന്നാണ്. നമ്മൾ പോയ എയർപോർട്ടിൻ്റെ നെയിമും തിര എന്നാണ്. ഇങ്ങനെ നമുക്ക് താഴേക്ക് പോകാൻ പറ്റും. ഇത് കണ്ടോ? ഇതാണ് നമ്മൾക്ക് ഇവിടെ. ഇത് തുറന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച കേട്ടോ. ഇതേപോലെ ഇഷ്ടംപോലെ ഡോങ്കീസ് ഇവരിങ്ങനെ കൊണ്ടുവരും. താഴെ നിന്ന് ആൾക്കാരെ മേലേക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാണല്ലേ ഇത് കാണാൻ. സന്തോറിനെ ഭംഗിയാക്കുന്നത് അതിൻ്റെ ആർക്കിടെക്ചർ തന്നെയാണ്. എന്നാൽ ആ ആർക്കിടെക്ചർ ഉണ്ടായതൊരു വോൾക്കാനിക് എറപ്ഷനിലൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, വേൾഡിലെ ഏറ്റവും മോസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോസ് ഇപ്പോഴും നമ്മുടെ സന്തോറിനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഏറ്റവും വലിയ വോൾക്കാനിക് എറപ്ഷനാണ് ഈ സന്തോറിനിക്ക് ഈ ഒരു ആകൃതി ഉണ്ടാക്കാൻ കാരണമായത്. അതിനു മുന്നേ സന്തോറിനി ആക്ച്വലി ഒരു വൃത്താകൃതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു പേരായിരുന്നു ആ സമയത്തുണ്ടായത്. കണ്ടല്ലോ അല്ലേ? അതാണ്
നമ്മുടെ ഗ്രീസ് സന്തൂരണി. നമ്മളിപ്പം നടന്ന് നമ്മുടെ സന്തൂരണിയിലെ ഫിറ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് 3 സിറ്റീസാണ്, ഓയ, ഫിറ, പിന്നെ നമ്മുടെ സന്തൂരണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഐലൻഡാണ്. ഇതേപോലെ മറ്റുള്ള വേറെ ഐലൻഡ്സാണ് നമ്മുടെ ഗ്രീസിലുള്ളത്, മൈക്കനോസും ഏതൻസാണ് ഇവിടുത്തെ ക്യാപിറ്റൽ. പക്ഷേ നമ്മളിവിടെ ഏതൻസ് പോയിട്ടില്ല. നമ്മുടെ ഈ ഗ്രീസിൻ്റെ മെയിൻ ഇൻകം അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇവിടെ ടൂറിസത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ഒരു മലയാണ്. ഈ മല ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുള്ള ബിൽഡിങ്ങും പിന്നെ അതേപോലെ അവർ കൊണ്ടുവന്നിട്ടുള്ള ആക്ടിവിറ്റീസും നമുക്ക് ശരിക്കും അവരുടെ ഒരു കൾച്ചറൽ ഫീലിംഗ് നമുക്കിവിടെ കിട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിക്കുകയാണെങ്കിൽ ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ കലാമാരി ഫുഡാണ്, അത് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, നമ്മളെന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടുത്തെ ആൽക്കഹോൾ കണ്ടൻറ്റ്, ആൽക്കഹോൾ ഐറ്റംസ് ആയാലും നമുക്ക് ഡ്രിങ്ക്സ് പലതായാലും പിന്നെ വേറെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ അതേപോലെ ഡോങ്കീസിനൊക്കെ ഇവർ യൂട്ടിലൈസ് ചെയ്ത് നമുക്കത് കാണുമ്പം മറ്റുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് തരുന്ന ഒരു അനുഭൂതിയും നമ്മളൊരു ടൂറിസം നമ്മളൊരു പ്ലേസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 100% ഈ ഗ്രീസ് അത് തരുന്നുണ്ട്. ഇനി ഇവിടെ ഇതല്ലാണ്ട് ഇതിന് ഫേമസ് ആയിട്ടുള്ളത് ഗ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾക്കാനിക് എറപ്ഷൻ്റെ ആണ്. അത് നമ്മൾക്ക് കാണാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. അത് നമ്മൾ ക്രൂസിൽ പോയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഈ പ്ലേസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ യാദൃശികമായിട്ട് അവിടെ നിന്ന് നടന്ന് അങ്ങനെ എത്തിപ്പെട്ട ഒരു ഷോപ്പാണ് കേട്ടോ. ആക്ച്വലി ആർട്ട്, ക്രാഫ്റ്റ് അങ്ങനത്തെ, അതായത് ഒത്തിരി ക്യൂട്ട് സാധനങ്ങൾ അവിടെ നമ്മൾ എല്ലായിടത്തും കണ്ട കോമൺ സാധനങ്ങളിൽ നിന്ന് വിട്ട് കുറച്ച് ഡിഫറെൻ്റായിട്ട് കൂടുതലും അവർ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളും എല്ലാം അവിടുത്തെ എല്ലാം അവർ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ കൂടുതൽ എല്ലാ സാധനങ്ങളും. പക്ഷെ അത് ഒത്തിരി മാറി അങ്ങനെ വേറെ അവർ പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ളതും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഭയങ്കര ഒത്തിരി സാധനങ്ങൾ ഇഷ്ടമായിരുന്നു. നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഇതെന്ത് സാധനമാണ്? നമ്മളവിടെ പോയി അത് പക്ഷേ 9.8 പറ്റൂല. ഇവിടെ ബീച്ച് എവിടെയാ? എന്നിട്ട് ഇങ്ങോട്ട് വരാം. ഇനി ഇങ്ങോട്ട് അപ്പൊ നമ്മള് സിറ മാർക്കറ്റ് ഇവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് സിറ മാർക്കറ്റിലേക്ക് പോകാം. ഇപ്പൊ നല്ല ആക്റ്റീവ്, തെറ്റി നമ്മള് ഇപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടല്ലോ. ആവാനുള്ള കാരണം എന്താ? ആക്റ്റീവ് ഒക്കെ നമ്മൾ ആയിട്ടുണ്ട്. നമ്മൾ ആക്റ്റീവ് ആവണം. നമ്മളിങ്ങനെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആക്കുക. പ്രത്യേകിച്ച് നമ്മൾക്ക് ചക്കുനെ പോലുള്ള ഭർത്താക്കന്മാർ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ ആഞ്ഞ് പരിശ്രമിച്ച് അവർ കഷ്ടപ്പെടും. അവരുടെ കഷ്ടപ്പാട് നമ്മൾ കാണണം. അത് നോക്കൂ, നല്ല ഭംഗിയിലാണ്. കണ്ടോ, അതാണ് ഫിറ മാർക്കറ്റ്. നമുക്കിവിടെ സ്ഥിരതാമസമാക്കിയാലോ? എല്ലാ ദിവസവും പൈസ കൊടുത്ത് ചെലവാക്കാം. ഞാൻ ചിന്തിക്കായികയില്ല. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എന്താ ചിന്തിക്കാത്തത്? പിന്നെ കുറെ ചക്കൂന് പറ്റിയ ചിപ്സ് ഉണ്ട്. ഗൈസ്, നിങ്ങൾ ഇവിടെയും കുറേ സ്റ്റേസൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനത്തെ സ്റ്റേസൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റേറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റേസൊക്കെ നമ്മൾ ഇവിടുത്തെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ
നമുക്കതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. അത്ര റേറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കൊരു 20 മിനിറ്റ് വാക്ക് അവേ ഉള്ള അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത അതാണ്. നമ്മൾ ശരിക്കും നമ്മൾ സ്റ്റേൻ്റെ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ വാക്ക് ചെയ്ത് നമുക്ക് അത്ര ടയേർഡ് ആ സംഭവങ്ങൾ ആക്ച്വലി ഉച്ച സമയത്ത് ആ വാക്കിന് നമുക്കത് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആയി പോകും. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യാം. വാട്ടെവർ ഇറ്റ് ഈസ് നമ്മൾ വന്നത് വേർത്തിട്ടാണ്. നമുക്ക് ആ ഒരു ടയർഡ്നെസ്സൊക്കെ ഇപ്പോൾ ഈ ഒരു ടൈം നമുക്ക് എങ്ങനെയായാലും കൂളായിട്ട് നടക്കാൻ വെരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എനിക്ക് മുടിയൊക്കെ കഴിച്ചിട്ട് നടന്നപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് പറ്റുന്നുണ്ട്. നമുക്ക് ഓയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ട്. പക്ഷേങ്കിൽ ഓയിൽ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് നടക്കാൻ. ഒരു 3 hours ഉണ്ടാവും നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഇന്ന് പ്രയത്നിക്കുന്നില്ല അതിലേക്ക്. ഫിറ മാർക്കറ്റിൽ നിന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഈ വഴി വന്നതാണ്. അത് ഫിറ മാർക്കറ്റ് ആണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആണെങ്കിൽ ഞാൻ നിങ്ങളോട് തർപ്പിച്ച് പറയുന്നതായിരിക്കും. whatever it is, let's go and watch it guys. എന്തായാലും ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. അവിടെയാണ് കേട്ടോ ഫിറ മാർക്കറ്റ്. എന്തായാലും ഇവിടെ ടാക്സീസൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ കാറ് കണ്ടോ, അല്ല ഈ വണ്ടി കണ്ടോ, ഇതാണ് നമുക്ക് റെൻറ്റിന് അവർ തരുന്നത്. 60 euros ആണ് അവർ പറഞ്ഞത്. 40 euros ഒക്കെ ഉണ്ട്. അത് പവർ അനുസരിച്ചിട്ട് അതിൻ്റെ മാറും. ഇപ്പോൾ ഇത് ഓരോന്നിനൊക്കെ കണ്ടോ ഫോർ റെൻ്റ് എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ റെൻറ്റിനുള്ള ഷോപ്പാണ്. നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാം. ഞാൻ ഇതുവരെയായിട്ട് ഇത്ര നേരം ഇവിടെ ഒരു സ്കാംസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. നമ്മൾ നടന്ന് എവിടെയോ എത്തി സുഹൃത്തുക്കളെ. ഇത് അങ്ങനെ കറക്കങ്ങൾ മുഴുവൻ കഴിഞ്ഞ് നമ്മളത് അവസാനിച്ച് ലാസ്റ്റ് നമ്മളിനി ഫിറ മാർക്കറ്റിലേക്ക് പോവുകയാണ്. നാളെ നമുക്ക് ഒത്തിരി പരിപാടികളുണ്ട്. വാട്ടർഫോൾ ഡ്രസ് നമുക്ക് ഇനി ഫിറ മാർക്കറ്റും കൂടി കാണാം. എന്നിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് ഇന്നത്തെ ക്ഷീണം തീർക്കാം. എവിടെ പോയാലും ഇന്ത്യൻ ഇല്ലാതെ നമ്മൾക്ക് എന്താഘോഷം. നമ്മളങ്ങനെ ഇന്ത്യൻ തായ് റെസ്റ്റോറൻറ്റ് കണ്ടു. അമ്മേ, ഇതെൻ്റെ കൈ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്ന് വീണ് ഗൈസ്. ഈ മരത്തും വന്ന് വീണതാണ്. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ ചന്ത. അങ്ങനെയൊക്കെ പറഞ്ഞുതരാം അല്ല ചക്കോ. നമ്മൾ നമ്മുടെ അങ്ങനെ കറങ്ങിയുള്ള പരിപാടി തീർന്നു. നമ്മൾ ഇപ്പോൾ തെണ്ടലാണ്. അപ്പം ഇവിടുത്തെ മാർക്കറ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് നമ്മൾ കറങ്ങുകയാണ് ഗൈസ്. വേണ്ട ഒത്തിരി നേരത്തെ ആ ലോങ് വാക്കിന് ശേഷം ഒന്നിരുന്നാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ആ ഫിറ ടൗണിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് നിൽക്കുന്ന കഫേ തന്നെ നോക്കി സെലക്ട് ചെയ്തു. ആ കഫേ തന്നെ ഏറ്റവും ടോപ്പിലെ സീറ്റ്, ബാൽക്കണി പൊസിഷൻ. ആ സീറ്റിലിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ബെസ്റ്റ് മൊമെൻറ്റിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നതെന്ന് മനസ്സിലായത്. അതായത് നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരിക എന്ന് പറയില്ലേ. സൺസെറ്റ്, ഗോൾഡൻ ഹവർ, വിൻഡ്, പിന്നെ അവിടുത്തെ വ്യൂ, ഇറ്റ് വാസ് ബ്രെത്ത് ടേക്കിങ്. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഇനി മറക്കാൻ പറ്റാത്ത, നമ്മുടെ മനസ്സിൽ നിന്നും ഓർത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. അങ്ങനെ ഒരു നിമിഷമായിരുന്നു. ഞാൻ ഇച്ചിരി ഇമോഷണലൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു പോയിന്റിൽ. എനിക്ക് അധികം സംസാരിക്കൊന്നും ചെയ്യാതെ ഒത്തിരി നേരം ഞാൻ നോക്കി അത് എൻജോയ് ചെയ്യും. Stop wine leaves. Okay. Feta cheese. Okay, thank you. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫിറയുടെ മൂടൊക്കെ മാറി. ആളങ്ങോട്ട് സുന്ദരിയായിട്ടോ, ഒന്ന് അണിഞ്ഞൊരുങ്ങി വന്നൊരു സുന്ദരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ആ നിർത്തിയിട്ടൊക്കെ ക്രൂയിസൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഒത്തിരി ആൾക്കാർ താഴെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫെറി എടുത്തിട്ടാണ് അങ്ങോട്ട് പോവുക. അതുകൂടാതെ ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിയാൽ എല്ലാവരും ബുക്ക് ചെയ്യുന്ന റൂംസും സ്വിമ്മിംഗ് പൂൾസൊക്കെ ഉള്ളതായിട്ട് പ്രൈവറ്റ് റൂംസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അടിപൊളി വ്യൂ തന്നെയായിരുന്നു ഈ ഒരു ടൈം.
നിങ്ങൾ ആ താഴെ കാണുന്ന അവിടെയാണ് നമ്മളെ മെയിൻ കേബിൾ കാറൊക്കെ ആ വഴി പോയിട്ടാണ് അവിടെ എൻഡ് ചെയ്യുന്നത്. ആ പോയിന്റിലേക്കാണ് എല്ലാവരും. അതാണ് ഓൾഡ് പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾക്ക് ക്രൂസിലോ അങ്ങനെ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ എല്ലാവരും എത്തേണ്ട പോയിന്റ് അതാണ്, ഓൾഡ് പോർട്ട്. അപ്പോൾ അവിടത്തേക്ക് എത്താനാണ് ഇത്രയും സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ഇറങ്ങി അവിടെ എത്തും. അപ്പോൾ നമുക്ക് രണ്ട് മാർഗ്ഗം, ഒന്നിക്കെങ്കിലും നമുക്ക് കേബിൾ കാർ യൂസ് ചെയ്യാം, നടന്നിട്ട് അവിടെ എത്താം. പിന്നെ നമുക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡോങ്കി വേ. നമ്മൾ നേരത്തെ ഡോങ്കീസിനെ കണ്ടിട്ടില്ലേ, അങ്ങനെ. ഇതെവിടെ നിങ്ങൾ കണ്ടോ, 10 യൂറോസിന് ഇവിടെ ഒത്തിരി ഡോങ്കീസിനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചിങ്കിനെയല്ല ഡോങ്കി. അപ്പോൾ നമ്മൾക്ക് ഈ ഡോങ്കീസിനെ യൂസ് ചെയ്ത് നടത്തുന്നു. ഇവിടെ നിറച്ചും ഡോങ്കീസാണ്. ഇവിടെ നമ്മളിത് വന്നിട്ട് നമ്മൾ മിസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇവിടെ നിറച്ചും ഡോങ്കീസാണ്. ഇതാണ് നമ്മൾ ഡോങ്കി റൈഡ് സെൻറ്റർ. സത്യം ഡോങ്കി ചാണകത്തിൻ്റെ മണമുണ്ട് നന്നായിട്ട്. ഡോങ്കി ചാണകങ്ങൾ ഒക്കെയാണ്. എല്ലാ ഡോങ്കികളും തല തിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ ഡോങ്കീസിനെ കൊണ്ടുപോകുന്ന നമുക്ക് കാണാം. ചാണകം ചവിട്ടാതെ മാക്സിമം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാവലും കുടുങ്ങി കാണുന്നു വിചാരിക്കുന്നു. ഇറങ്ങുന്നത്ര എളുപ്പമല്ല തിരിച്ചു കയറാമെന്ന് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം സമയം എടുത്തിട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ എണ്ണൊക്കെ ഞാൻ എണ്ണി വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്യൂസ് കംപ്ലീറ്റ് പോയി. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സഹിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.